എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ സാസുക പറയും പുറത്തെല്ലാവരും ഇൻഫിനിറ്റി സുക്കനോമിയില് ലോക്കായി നിൽക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് പുറത്തുള്ളവരെ കാണിക്കും. അവരുടെ ബോഡി മുഴുവൻ ഒരു മമ്മി പോലെ കവർ ചെയ്ത് ഇൻഫിനിറ്റ് സുക്കനോമിയില് അങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഒരു വില്ലേജ് കാണിക്കും. അവിടെ യുഗിട്ടോയും കില്ലർ ബിയും അവർ രണ്ടുപേരും എന്തോ കാര്യമായിട്ട് ഒളിഞ്ഞു നോക്കുകയാണ്. കില്ലർ ബി പറയും ഇത്രയും നേരം നോക്കിയത് മതി, ഇനി നമുക്ക് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ സമയമെന്ന് പറഞ്ഞ് അങ്ങനെ എവിടേക്കോ ലക്ഷ്യമാക്കി മുൻപോട്ട് നടക്കും. കില്ലർ ബി ഇപ്പോ ഏതൊക്കെയോ സെല്ലൊക്കെ തകർത്ത് ഗാറയുടെ അടുത്തേക്ക് വരും. ഗാറ ആക്ച്വലി ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കില്ലർ ബി പറയും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോകാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. നിന്നെ പോലെ തന്നെ എന്റെ ബോഡിയിലും ഒരു മോൺസ്റ്റർ ഉണ്ട്, ആ 8th ടൈല് അതെന്റെ ബോഡിയിലാണുള്ളത്. ഉടനെ കില്ലർ ബി അവൻ ആ ഗേറ്റ് തകർത്ത് അകത്തേക്ക് കയറുമ്പോൾ തന്നെ എന്തോ ഒരു പവർ എനേബിൾ ആവും. അതിനുശേഷം ഒരു പപ്പട് അത് പുറത്തേക്ക് വരും. അതിനെ കാണേണ്ട താമസം ഗാർ നിലവിളിച്ചു പറയും കില്ലർ ബി മാറിക്കോ, ആ ഒരു പപ്പട് അത് ഉറപ്പായിട്ടും നിന്നെ അറ്റാക്ക് ചെയ്യും. അതിനെ കാണേണ്ട താമസം 8th ടൈല് അതങ്ങനെ ചാടി വീണ് ആ പപ്പടുമായിട്ട് പൊരിഞ്ഞ അട്ടിയിട്ടി ബഹളം. അതേസമയം ഇവിടെ കില്ലർ ബി അവൻ ഓടിപ്പോയി ഗാറെ ലോക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ചെയിൻ അതങ്ങനെ വെട്ടി താഴെയിടും. ഗാറ ടെൻഷനായിട്ട് ചോദിക്കും നീ എന്തിനാ എന്നെ രക്ഷിക്കുന്നേ? അതിന് കില്ലർ ബി പറയും നമ്മളെല്ലാവരും ഈക്വലാണ്, ഇപ്പൊ നമ്മൾ ഒരുമിച്ച് നിന്ന് വേണം ഈ ഒരു വാറ് തടയാൻ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഫീസ്റ്റ് ബോംബ് അടിച്ച് പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഫീസ്റ്റ് ബോംബ് അടിക്കും. അത് അടിക്കേണ്ട താമസം അവരുടെ രണ്ടുപേരുടെ ഫീലിങ്സ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ടായി അവരുടെ ഫീലിങ്സ് അത് പരസ്പരം എക്സ്ചേഞ്ച് ആയി പുറത്തേക്ക് വരും. അവര് പുറത്തെത്തി ഇപ്പൊ ആ ബിൽഡിങ്ങിലേക്ക് നോക്കി നിൽക്കുകയാണ്. ആ ഒരു വലിയ ബിൽഡിങ് അത് പതിയെ പതിയെ മുഴുവനായിട്ടും ഇടിഞ്ഞ് താഴെ വീഴും. ഗാറ ഷോക്കായിട്ട് പറയും എന്റെ സാൻഡ് പാത്രം അതാ റൂമിലായിരുന്നു, അതെടുക്കാൻ ഞാൻ മറന്നുപോയി. അപ്പോഴായിരിക്കും യുഗീട്ടോ അവളിപ്പോ അതുമായിട്ട് അവിടേക്ക് വരിക. ഗാറയ്ക്ക് ആ പാത്രം കാണുമ്പോ ഒരുപാട് സന്തോഷാവും, അതെപ്പോഴും അവന്റെ കൂടെ തന്നെ ഉള്ളതാണ്. ഉടനെ കില്ലർ ബി പറയും അങ്ങനെ 1 ടൈലിനെ ഒരു വിധത്തില് നമ്മൾ കണ്ടുപിടിച്ചു, ഇനി ആ 9 ടൈലിനെ അതിനെ കൂടെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്ന് പറയും. അത് കേട്ട് അവള് പറയും പേടിക്കേണ്ട ആവശ്യമില്ല, ബാക്കിയുള്ള എല്ലാത്തിനെയും ഞാൻ തന്നെ കണ്ടുപിടിച്ച് അവരെ മോചിപ്പിക്കും, അത് എന്റെ ഉത്തരവാദിത്വമാണ്. അവളുടെ പിന്നാലെ തന്നെ ഗാറയും കില്ലർ ബിയും അങ്ങനെ ലീഫ് വില്ലേജിലേക്ക് വരും. ലീഫ് വില്ലേജില് വലിയൊരു വീട്ടില് ഇപ്പൊ കുട്ടപ്പനെയും അവന്റെ 9 ടൈലിനെയും ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കുട്ടപ്പനാണെങ്കിൽ അലമുറയിട്ട് നിലവിളിച്ച് കൊണ്ടേയിരിക്കുകയാണ് എന്നെ അഴിച്ചുവിട്, തുറന്നു വിട്, ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കൊണ്ടേയിരിക്കും. അത് കേട്ട് കില്ലർ ബി മിണ്ടാതിരിക്കെ, ഞങ്ങൾ നിന്നെ സേവ് ചെയ്യാൻ നിന്റെ അടുത്തേക്ക് തന്നെയാണ് വരുന്നത്, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. അതേസമയം ഇവിടെ ഗാർഡ്സ് കുട്ടപ്പന് കഴിക്കാനുള്ള ന്യൂഡിൽസ് താഴേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആർത്തി മൂത്ത കുട്ടപ്പൻ മരിക്കാൻ പോകുമ്പോഴും അവന്റെ ന്യൂഡിൽസ് അത് പിടിവിടാതെ അങ്ങനെ പിടിക്കാൻ നോക്കുമ്പോഴായിരിക്കും, അത് നാവിൽ കൊതിയോടെ അങ്ങനെ പിടിക്കാൻ നോക്കുമ്പോഴായിരിക്കും കില്ലർ ബിയും ഗാറയും അവർ രണ്ടുപേരും ചേർന്ന് ആ ഗാർഡ്സിനെ തല്ലി താഴെയിടുക. അവര് താഴെ വീഴുമ്പോ അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ നൂഡിൽസും ഇപ്പൊ താഴേക്ക് വീഴും. ഓ നോ, നിങ്ങൾ രണ്ടുപേരും എന്റെ നൂഡിൽസ് അത് കളഞ്ഞു. അത് കേട്ട് കില്ലർ ബി അവൻ ദേഷ്യപ്പെട്ടു പറയും മിണ്ടി പോരുത്, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഇടിച്ച് സൂപ്പാക്കും, നിന്നെ സേവ് ചെയ്യാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. അവരുടനെ ആ ഒരു സെല്ല് അത് തകർക്കാൻ ശ്രമിക്കും, പക്ഷെ അതില് ചക്ര പവർ ഉണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് അതിന്റെ അടുത്തേക്ക് വരാൻ കഴിയില്ല. ഉടനെ 8 ടൈല് പേടിക്കേണ്ട ആവശ്യമില്ല, എന്റെ കയ്യില് ഇത് തകർക്കാനുള്ള പവർ ഉണ്ട്. അടുത്ത സെക്കൻഡ് 8 ടൈല് അവന്റെ പ്രത്യേക ജിപ്സ് ഉപയോഗിച്ച് ആ ഒരു സെല്ല് തകർത്ത് നറൂട്ടോയെ വളരെ ഈസി ആയിട്ട് പുറത്തേക്ക് കൊണ്ടുവരും. നമ്മുടെ ആൾക്കാര് എത്രയും പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും, പക്ഷെ അപ്പോഴേക്കും അവരെ എന്തോ ഒരു വലിയ ശക്തി വന്ന് അങ്ങനെ അബ്സോർബ് ചെയ്ത് ഒരു കിടങ്ങിലേക്ക് ഇടും. ഇപ്പൊ സമയം കഴിഞ്ഞ് ബോധം വരുമ്പോ അവർ ചുറ്റും നോക്കും, നമ്മളിപ്പോ എവിടെയാ, ശരിക്കും എന്താ സംഭവിക്കണേ എന്ന് ചോദിക്കുമ്പോ 9 ടൈൽ പറയും ഇതാണ് പണ്ട് മുതൽക്കേ ഉള്ള ഫൗണ്ടേഷൻ ഏരിയ. അവരെന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും ഹൊക്കാഗെ ആന്റി ടീമും അവിടേക്ക് കറക്റ്റ് ആയിട്ട് എത്തും. ഹൊക്കാഗെ ആന്റി ദേഷ്യപ്പെട്ട് പറയും നിങ്ങൾക്ക് ആവശ്യം ഈ 9 ടൈലിനെ ആണല്ലേ, ഈ 9 ടൈലിനെ ഇവിടുന്ന് തട്ടിക്കൊണ്ടു പോകാനല്ലേ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു വലിയ സെല്ല് തകർത്തത്. ഈ 9 ടൈല് അത് ലീഫ് വില്ലേജിന്റെ ആണ്, ഒരു കാരണവശാലും ഇതിനെ ഞങ്ങൾ വിട്ടു തരില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഇപ്പൊ ശരിക്കും ട്രാപ്പിലായിരിക്കുന്നത് നിങ്ങളാണ്. ഇനി മുതൽ ലീഫ് വില്ലേജില് ഒരു ബീസ്റ്റ് അല്ല മറിച്ച് 3 ബീസ്റ്റുകൾ ഉണ്ടാവും. നിങ്ങൾ 3 പേരും ലീഫ് വില്ലേജിന് സ്വന്തമാണ് ഇന്നു മുതൽ. ഹൊക്കാഗെ ആന്റി ആണെങ്കിൽ
3 ഡയൽസ് എടുക്കും. ഈ ഡയൽ വെച്ച് നമ്മൾ കളിക്കാൻ പോവാണ്. കളിയിൽ ഞാൻ ജയിച്ച നിങ്ങൾ 3 പേരും ഇന്നു മുതൽ ലീഫ് വില്ലേജിന് സ്വന്തമായിരിക്കും. അസിസ്റ്റന്റ് ചേച്ചി അവള് ഷോക്കായി ഹൊക്കാഗെ ആന്റിയെ തടയാൻ ശ്രമിക്കുമെങ്കിലും ഹൊക്കാഗെ ആന്റി അത് കേൾക്കാൻ തയ്യാറാവില്ല. പക്ഷെ ഗാറയാണെങ്കിൽ ഇപ്പൊ ക്യാഷ്വലായി ആ ഡയൽസ് കയ്യിൽ മേടിക്കും. അതിനുശേഷം ഫുക്കാഗുവിനോട് വളരെ സിമ്പിളായിട്ട് ഒരു ഡയലായി മാറാൻ പറയും. അടുത്ത സെക്കൻഡ് ഫുക്കാഗു ഡയസായി മാറും. അതിനുശേഷം അവർ കളി സ്റ്റാർട്ട് ചെയ്യും. ആ 2 ഡയൽസും അതങ്ങനെ കറക്കി കറക്കി ഹൊക്കാഗെ ആന്റി താഴെ അടിക്കും. ഗാറ കറക്റ്റായിട്ട് ഒരു നമ്പർ ഫുക്കാഗുവിന് പറഞ്ഞു കൊടുക്കും. നമ്പർ 1. ഹൊക്കാഗെ ആന്റി ആ കപ്പ് തുറക്കും. അതിൽ 2 ഡയൽസിലും നമ്പർ 1 ആയിരിക്കും. അത് കണ്ട് ഹൊക്കാഗെ ആന്റി ഷോക്കാവും. ഹൊക്കാഗെ ആന്റി കലി കയറി ആ ഡയൽസ് അത് വീണ്ടും കറക്കും. പക്ഷെ അപ്പോഴേക്കും തല കറങ്ങി ഫുക്കാഗു അവൻ നോർമൽ രൂപത്തില് താഴേക്ക് വീഴും. നൈസായിട്ട് പണി പാളിന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഏട്ടയില് അവൻ ഹൊക്കാഗെ ആന്റിക്ക് നേരെ ബ്ലാക്ക് ഇങ്ക് തുപ്പും. ആ ഗ്യാപ്പില് നമ്മുടെ ആൾക്കാര് അവിടുന്ന് ജീവനം കൊണ്ട് ഓടും. ഒരു വിധത്തില് ഇപ്പൊ നമ്മുടെ ആൾക്കാര് അവിടുന്ന് രക്ഷപ്പെടും. പക്ഷെ കുട്ടപ്പനാണെങ്കില് അവന്റെ നൂഡിൽസ് നഷ്ടപ്പെട്ട വിഷമം അതിപ്പോഴും മാറില്ല. അവൻ വീണ്ടും ഇപ്പൊ കില്ലർ ബിയോട് പറയും, നീ ഒറ്റൊരുത്ത കാരണമാണ് എന്റെ നൂഡിൽസ് എനിക്ക് നഷ്ടമായത്. അതിന് കില്ലർ ബി പറയും, നീ ജസ്റ്റ് എനിക്കൊന്ന് ഫീസ്റ്റ് ബോംബ് അടിക്ക്. അങ്ങനെ രണ്ടുപേരും ഫീസ്റ്റ് ബോംബ് അടിക്കും. അത് കഴിഞ്ഞ് കില്ലർ ബി പറയും, നമുക്ക് എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള മോൺസ്റ്റേഴ്സിനെ കണ്ടുപിടിക്കണം. നമുക്ക് ആരോ തരുന്ന ഒരു ടാസ്ക് ആണിത്. പക്ഷെ ഒരു കാരണവശാലും നമ്മൾ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാതിരിക്കാൻ പാടില്ല. എങ്ങനെയെങ്കിലും ബാക്കിയുള്ളവരെ കണ്ടുപിടിക്കണം എന്ന് പറയും. അപ്പൊ അതേസമയം ലോങ് ഷോട്ടില് ഹൊക്കാഗെ ആന്റി ആള് ഫുൾ കലിപ്പില് എങ്ങനെയെങ്കിലും നൈൻടൈലിനെ വീണ്ടെടുക്കാനായി യാമുട്ടോ സെൻസൈനെയും ടീമിനെയും അവർക്ക് പിന്നാലെ അയക്കും. ഹൊക്കാഗെ ആന്റി പറയും, നമ്മുടെ പ്രധാനപ്പെട്ട ഉന്നം അത് നൈൻടൈലാണ്. പക്ഷെ ബാക്കി 2 മോൺസ്റ്റേഴ്സ് കൂടെ അവരുടെ ടീമിലുണ്ട്. പറ്റുകയാണെങ്കിൽ അവരെ 3 പേരെയും നീ ഇവിടേക്ക് കൊണ്ടുവരണം. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് കില്ലർ ബി, ഗാറ, നറൂട്ടോ അവര് 3 പേരും ഫുൾ സ്പീഡില് അങ്ങനെ കുതിച്ചു പായാണ്. കില്ലർ ബി പറയും, നമ്മുടെ പവർ അതിപ്പോ കുറെ കുറഞ്ഞിരിക്കുകയാണ്. അവർ നമ്മുടെ പവർ അബ്സോർബ് ചെയ്തെടുത്തു. അതിന് ഗാറയും അതെ നമ്മുടെ പവർ ഇപ്പോ കുറഞ്ഞിരിക്കുകയാണെന്ന് പറയും. കുട്ടപ്പനാണെങ്കിൽ ഒന്നും പിടികിട്ടില്ല. നമ്മുടെ പവർ ആരാ അബ്സോർബ് ചെയ്തേ? നമുക്ക് എന്താ സംഭവിച്ചേ? അതിന് കില്ലർ ബി പറയും, നമ്മുടെ പവർ അത് അടിച്ചു മാറ്റിയത് മറ്റാരുമല്ല, അക്കാസ്കി ടീമാണ്. അതുകൊണ്ടാണ് ഞാനും ഗാരയും ചേർന്ന് കഷ്ടപ്പെട്ട് ഓരോ ബീസ്റ്റുകളെ ആയിട്ട് കണ്ടെത്തുന്നത്. നമ്മൾ എല്ലാവരും ചേർന്നെങ്കിലും മാത്രമേ അക്കാസ്കി ടീമിനെ തകർക്കാൻ കഴിയൂ. നമുക്ക് നഷ്ടപ്പെട്ട പവർ അത് നമുക്ക് തിരികെ പിടിക്കാൻ കഴിയൂ. നമ്മുടെ ആൾക്കാര് ഇപ്പൊ ഒരുപാട് ദൂരം മുൻപോട്ട് പോകുമ്പോ വലിയൊരു ഹോട്ടൽ കാണും. ഒത്തിരി നേരം അവര് ട്രാവൽ ചെയ്തുകൊണ്ട് തന്നെ ഇപ്പൊ ഹോട്ടലിലിരുന്ന് എല്ലാവരും ഹായായിട്ട് ഫുഡ് കഴിക്കുകയാണ്. അപ്പൊ അതേസമയം ലോങ് ഷോട്ടില് യാമുട്ടോ സെൻസായും ആളുടെ ടീമും അവര് നമ്മുടെ ആൾക്കാരെ പോയിന്റ് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ്. അടുത്ത സെക്കൻഡ് യാമുട്ടോ സെൻസായി ആളുടെ വുഡ് ജിപ്സ് ഉപയോഗിച്ച് നറൂട്ടോയും കില്ലർ ബിയെയും ഗാറയെയും 3 പേരെയും അങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കുകയാണ്. അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. അത് യഥാർത്ഥ നറൂട്ടോയോ കില്ലർ ബിയോ ഗാറയോ ആയിരിക്കില്ല. അവരുടെ വെറും ക്ലൗൺസ് മാത്രമാണ്. നമ്മുടെ 3 ആശാമാരും അവിടേക്ക് ചാടി വീണ് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. കുട്ടപ്പനാണെങ്കിൽ അവന്റെ ഒരുപാട് ക്ലൗൺസിനൊക്കെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ അറഞ്ചം പുറഞ്ചം ഒരുപാട് സോൾജേഴ്സിനെ അങ്ങനെ തല്ലി തല്ലി കൊല്ലുകയാണ്. മറ്റൊരു ഭാഗത്ത് ഗാറയും കില്ലർ ബിയും അവരും ഇപ്പോ അവരുടെ ഫുൾ സ്ട്രെങ്തില് ആ സോൾജേഴ്സുമായിട്ട് അറഞ്ചം പുറഞ്ച ഫൈറ്റ്. ഇവിടെ യാമുട്ടോ സെൻസായി ആള് കുട്ടപ്പന്റെ അടുത്തേക്ക് പോയി നറൂട്ടോയെ വീണ്ടും ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. അത് കണ്ട കില്ലർ ബിയും ഗാറയും അവര് യാമുട്ടോ സെൻസായി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ഉടനെ നൈൻടൈല് അത് കുട്ടപ്പനോട് പറയും, കുട്ടപ്പാ എത്രയും പെട്ടെന്ന് എന്റെ നൈൻടൈൽ പവർ അത് യൂസ് ചെയ്യ്. അത് കേൾക്കേണ്ട താമസം നറൂട്ടോ അവൻ നൈൻടൈൽ മോഡിലേക്ക് മാറി അവന്റെ ചുറ്റും കണ്ടവരെ എല്ലാവരെയും തല്ലി തല്ലി ദൂരേക്ക് തെറിപ്പിച്ചു കളയും. ഫൈറ്റിന്റെ അവസാനം ഇപ്പൊ നമ്മുടെ ആൾക്കാര് ഒരു വിധത്തില് അവിടുന്ന് രക്ഷപ്പെട്ടു പോവും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് മരങ്ങൾക്കിടയില് യാമുട്ടോ സെൻസായും ആളുടെ ടീമും. യാമുട്ടോ സെൻസായി പറയും, ഒരു ബീസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പിടിക്കാം. പക്ഷെ ഇത് 3 പേരുണ്ട്. സോ അത്ര എളുപ്പത്തിലൊന്നും അവരങ്ങനെ ഈസി ആയിട്ട് പിടിക്കാൻ കഴിയില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് റീഎൻഫോഴ്സ്മെന്റിന് ആൾക്കാരെ ഇവിടേക്ക് കൊണ്ടുവരണം. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നറൂട്ടോയും ഗാറയും കില്ലർ ബിയും അവർ 3 പേരും ഇപ്പൊ ഹിഡൻ വാട്ടർഫോൾസ് വില്ലേജിലേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവിടെ റിലാക്സ് ചെയ്യാണ്. പക്ഷെ അപ്പോഴേക്കും ഹിറ്റാച്ചി, തേതുറ, സാസുരി, അക്കാസ്കി ടീമിലെ ആ 3 പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരും നമ്മുടെ ആൾക്കാരുടെ തൊട്ട് മുൻപില് അങ്ങനെ മാസായിട്ട് നിൽക്കുകയാണ്. കില്ലർ ബി പറയും, നമ്മൾ ആരും എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പാടില്ല. വളരെ ആലോചിച്ച് ഓരോ സ്റ്റെപ്പും വളരെ കൃത്യമായിട്ട് വേണം നമ്മൾ മുൻപോട്ട് വെക്കാൻ എന്ന് പറയുമ്പോഴേക്കും
സാക്ഷാൽ നറൂട്ടോ. അവൻ നോ എന്നലറിക്കാറി ഹിറ്റാച്ചി ഇടിക്കാനായിട്ട് അവന്റെ അടുത്തേക്ക് ഓടുകയാണ്. കുട്ടപ്പൻ ചാടി വന്ന് ഹിറ്റാച്ചിയുടെ തലയില് ആഞ്ഞൊരടി. ഉടനെ ഹിറ്റാച്ചി അവൻ ഒരുപാട് കാക്കകളായി അങ്ങനെ പറന്നു പോവും. കുട്ടപ്പനാണ് ഷോക്കാവും. ഓ മൈ ഗോഡ്, ഞാൻ അവന്റെ ഗെഞ്ചിപ്സൂല് പെട്ടുപോയോ? അതേസമയം കില്ലർ ബിയും കാറയും അവർ രണ്ടുപേരും ദേദുരയും സാസുരയായിട്ട് പൊരിഞ്ഞ ഫൈറ്റിലാണ്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.